ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മി അനിരുദ്ധ് സാറിനെ വിളിച്ച് പറയുകയാണ്, കൺമണി എന്നെ തല്ലി, അവൾക്കെതിരെ കേസ് എടുക്കണം സാർ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് വത്സല മേഡത്തെ വിളിച്ച് പറയുകയാണ്. എന്നിട്ട് വത്സല മേഡവും മറ്റൊരു വനിതാ പോലീസ് കൂടിയിട്ട് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. ധനലക്ഷ്മി വത്സല മേഡത്തോട് കൺമണി എന്നെ തല്ലി, കുറേ തല്ലി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വത്സല മേഡം അതൊന്നും വിശ്വസിക്കുന്നില്ല. തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയാണ്, അച്ഛനും ഇതാ എൻ്റെ മോൻ ഗോകുലും കൺമണി എന്നെ തല്ലുന്നത് കണ്ടതാണ് എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ വത്സല മേഡം ശ്രീനിവാസനോട് ചോദിക്കുകയാണ്, ധനലക്ഷ്മിയെ കൺമണി തല്ലുന്നത് അച്ഛൻ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയണേ, ഇല്ല, ഞാനൊന്നും കണ്ടില്ല, കൺമണി തല്ലിയിട്ടൊന്നുമില്ല എന്ന് ശ്രീനിവാസൻ പറയാണ്. അപ്പോൾ വത്സല മേഡം പറയാണ്, നീ അപ്പോൾ നുണ പറയുകയാണല്ലേ, നിനക്കെതിരെയാണ് ഞാൻ ശരിക്കും കേസെടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ധനലക്ഷ്മി പറയുകയാണ്, ഞാൻ തല്ലാൻ പോയപ്പോൾ അവൾ എന്നെ തിരിച്ചു തല്ലി, ഇത് സത്യമാണെന്ന് പറയുമ്പോൾ വത്സല മേഡം പറയണു, ഓ അപ്പം അങ്ങനെയാണല്ലേ, നീ കൺമണിയെയാണ് ആദ്യം തല്ലാൻ പോയത്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കൺമണി നിന്നെ തല്ലിയതല്ലേ, ഈ രീതിയിലായിരിക്കും ഞാൻ റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് വത്സല മേഡം പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, ഇപ്പോൾ വാദി പ്രതിയായോ, ഞാനാണ് കൺമണിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലൈന്റ് തന്നത്, ഇപ്പോൾ എന്താ കൺമണിയെ സാറുമാരെ അറസ്റ്റ് ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ വത്സല മേഡം പറയുകയാണ്, നീ എന്താ വിചാരിച്ചത്, പോലീസിന്റെ അടുത്ത് കള്ളക്കഥയുമായിട്ട് വന്നാൽ അവരെല്ലാം വിശ്വസിക്കുമെന്നോ, പോലീസ് നീ പറയുന്നത് കേട്ടു നിൽക്കുന്ന ശമ്പളക്കാരികളല്ല, മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് വത്സല മേഡം പോവുകയാണ്. അതിനുശേഷം ശ്രീനിവാസൻ കൺമണിയെയും ഗോകുലിനെയും വിളിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് ദേഷ്യം വന്ന് നിൽക്കുന്ന ധനലക്ഷ്മി അനിരുദ്ധ് സാറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ്. വത്സല മേഡം കൺമണിയെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് പറയാണ്, ഞാൻ ലീവിലാണ്, അതുകൊണ്ടാണ് വത്സലയെ വിളിച്ചിട്ട് വേഗം കാര്യം പറഞ്ഞത്, ഞാനൊരു ഒഴിച്ചലിന് വന്നിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി അനിരുദ്ധ് സാറിനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഒഴിച്ചലെന്ന് പറയുമ്പോൾ കൃഷിന്റെ അടി കിട്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് സാറിന് ദേഷ്യം വരുന്നുണ്ട്. അനിരുദ്ധ് സാറ് പറയാണ്, ധനലക്ഷ്മി കൂടുതൽ ഓവറാവല്ലേ, വരുണിന് വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചത്, അത് മുതലെടുക്കാൻ നോക്കണ്ട എന്ന് അനിരുദ്ധ് സാറ് പറയാണ്. കേൾക്കുന്ന ധനലക്ഷ്മി പേടിച്ചിട്ട് അനിരുദ്ധ് സാറിനോട് കരഞ്ഞിട്ട് പറയുകയാണ്, കൺമണിയെ ഇവിടുന്ന് പുറത്താക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം സാർ എന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് പറയാണ്, ധനലക്ഷ്മിക്ക് തന്നെ അവിടുന്ന് കൺമണിയെ പുറത്താക്കിക്കൂടെ, അതിനുവേണ്ട എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം, എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, ധനലക്ഷ്മി കൺമണിയെ അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുകയാണ്. ധനലക്ഷ്മിക്ക് അപ്പോൾ വളരെ സന്തോഷവും ആശ്വാസവും ആവുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധ് സാറിനോട് പറയാണ്, ശരി ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി ഫോൺ കട്ട് ചെയ്തിട്ട് കൺമണിയുടെ അടുത്തേക്ക് പോവുകയാണ്. കൺമണിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരുന്നത്. എന്നിട്ട് ധനലക്ഷ്മി കൺമണിയോട് പറയുകയാണ്, എടി കൺമണി, എടുക്കേണ്ടതൊക്കെ എടുത്തോ, എന്നിട്ട് പെട്ടിയൊക്കെ ആയിട്ട് നീ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോ എന്ന് പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി കാര്യമെന്ന്. അപ്പോൾ ധനലക്ഷ്മി പറയുകയാണ്, നീ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവണം, അതാണ് എൻ്റെ ആവശ്യം എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ കൺമണി ചോദിക്കുകയാണ്, ഇത് ഏട്ടത്തിയുടെ വീടൊന്നല്ലല്ലോ, അച്ഛനും അമ്മായിമാരും പറയട്ടെ, എന്നാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവാം എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട്, ഇത് നിന്റെ അച്ഛൻ്റെയോ അപ്പച്ചിമാരുടെയോ വീടല്ല, ഇപ്പോൾ ഇത് വരുണിൻ്റെ പേരിലാണ്, വരുൺ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ആരെ താമസിപ്പിക്കണം ആരെ താമസിപ്പിക്കണ്ട എന്ന് അവൻ തീരുമാനിക്കും, അത് മാത്രമല്ല എനിക്കാണ് ഇപ്പോൾ ഇവിടെ എന്ത് തീരുമാനിക്കാനുള്ള അധികാരവും അതെനിക്ക് വരുൺ തന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഞാനത് കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വരുൺ ധനലക്ഷ്മിക്ക് അയച്ചു കൊടുത്ത വോയിസ് റെക്കോർഡ് കൺമണിക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. വോയിസ് റെക്കോർഡിൽ വരുൺ പറയുന്നുണ്ട്, ശ്രീനിവാസനിൽ നിന്നും വാങ്ങിച്ച ആ വീട് ഇപ്പോൾ എൻ്റെ നിയന്ത്രണത്തിലാണ്, എൻ്റെ ഏറ്റവും വലിയ ശത്രു കൺമണി അനധികൃതമായിട്ടാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്, അതുകൊണ്ട് കൺമണിയെ അവിടുന്ന് ഇറക്കിവിടാനുള്ള അവകാശം അവിടെ താമസിക്കുന്ന ധനലക്ഷ്മി എന്ന ഏട്ടത്തിക്ക് ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്, നല്ല അഭിമാനത്തിൻ്റെ കാര്യമൊക്കെ നീ പറയുമല്ലോ, അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ
പോകണമെന്ന് വരുൺ വോയിസ് റെക്കോർഡിൽ പറയുന്നുണ്ട്. എന്നിട്ട് ധനലക്ഷ്മി കൺമണിയോട് പറയാണ്, കേട്ടല്ലോ, ഇപ്പം നിനക്ക് സമാധാനമായല്ലോ, എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങണമെന്ന് ധനലക്ഷ്മി പറയുകയാണ്. അതിനുശേഷം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൺമണിയെ ധനലക്ഷ്മി കൈ പിടിച്ച് വലിച്ച് പുറത്താക്കുകയാണ്. അപ്പോഴേക്ക് ശ്രീനിവാസനും ഗോകുലും എത്തുന്നുണ്ട്. ശ്രീനിവാസൻ ധനലക്ഷ്മിയോട് ചോദിക്കാണ്, നീ എന്താണ് എൻ്റെ മോളെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, അച്ഛാ വേണ്ട, ഒന്നും മിണ്ടണ്ട എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, നിന്റെ ഔദാര്യവുമൊന്നും എനിക്ക് വേണ്ട, എന്നെ എന്തെങ്കിലും ചെയ്യട്ടെ, അപ്പോൾ ഞാൻ ഇയാളെ കാണിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ കൺമണി ധനലക്ഷ്മിയോട് പറയാണ്, എൻ്റെ അച്ഛനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം അറിയും എന്ന് കൺമണി പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, ഇനി നിന്റെ സ്വഭാവം എന്തറിയാനാ, നാട്ടുകാരെല്ലാവരും അറിഞ്ഞോ, കല്യാണ ദിവസം വേറൊരുത്തൻ്റെ കൂടെ പോവാൻ നിന്നവളല്ലേ നീ എന്നൊക്കെ പറയുമ്പോൾ കൺമണി പറയണ, അതെ, ഞാൻ എൻ്റെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെയാണ് ഞാൻ പോവാൻ നിന്നത്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എന്തും ചെയ്യാനുള്ള ശക്തിയും ധൈര്യവുമുണ്ട് എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, മോളെ ഒരു വഴക്കിന് നിൽക്കണ്ട, മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രീനിവാസൻ ധനലക്ഷ്മിയോട് ചോദിക്കുകയാണ്, എന്തിനാണ് ലക്ഷ്മി നീ ഇപ്പോൾ കൺമണിയുടെ ബാഗൊക്കെ എടുത്ത് പുറത്തിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയാണ്, ബാഗ് മാത്രമല്ല, കൺമണിയെ തന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കാൻ പോവാണ്, എന്നെ തല്ലിയവൾ ഇനി ഇവിടെ വേണ്ട, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ധനലക്ഷ്മി പറയുമ്പോൾ കൺമണി പറയാണ്, ഇതുവരെ ഞാൻ ഏട്ടത്തിയെ മനസ്സിലാക്കിയില്ല, ഇപ്പൊ ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ട്, ഇനി എന്തായാലും സൂക്ഷിച്ചും കണ്ട് ഈ കൺമണി പെരുമാറൂ, അതുകൊണ്ട് ഇനി സൂക്ഷിക്കേണ്ടത് ഏട്ടത്തിയായിരിക്കുമെന്ന് പറഞ്ഞിട്ട് കൺമണി ശ്രീനിവാസനോട് പറയാണ്, അച്ഛൻ വിഷമിക്കേണ്ട, ഏട്ടത്തി ഇറക്കി വിടുന്നതല്ല, ഇപ്പൊ ഞാനായിട്ട് ഇറങ്ങി പോകുന്നതാണ് എന്ന് കൺമണി പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, എന്താ മോളെ നീ പറയുന്നേ, നീ ഇപ്പൊ എവിടേക്കും പോവണ്ട, ഇത് നിന്റെ കൂടി വീടാണ്, ധനലക്ഷ്മി നീ എന്തിനാ കൺമണിയെ പുറത്താക്കുന്നത്, അവളുടെ കൂടി വീടല്ലേ ഇത്, നീ കുറച്ച് കരുണ കാണിക്കുക എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, ഞാൻ കരുണ കാണിക്കാം, അവളെന്റെ കാല് പിടിച്ച് മാപ്പ് പറയട്ടെ എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, ഏട്ടത്തിയുടെ കാല് പിടിക്കാനാ, അതെന്തായാലും സംഭവിക്കില്ല, അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, അതുകൊണ്ട് കൺമണി എന്തായാലും തോറ്റു തരില്ല എന്ന് പറഞ്ഞിട്ട് കൺമണി ശ്രീനിവാസനോട് പറയാണ്, അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ തിരിച്ചു വരും, ഈ വീട് വരുണിൽ നിന്നും ഞാൻ തിരിച്ചു വാങ്ങിച്ചിരിക്കും, എനിക്ക് കൂട്ടായിട്ട് വിഘ്നേശ്വരനുണ്ട് അച്ഛ, ഞാനിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കൺമണി ധനലക്ഷ്മിയോട് പറയാണ്, എൻ്റെ അച്ഛൻ ഇവിടെ എന്തെങ്കിലും വിഷമം നേരിട്ടു എന്നറിഞ്ഞാൽ ഏത് പാതിരാത്രിക്കാണെങ്കിലും ഞാൻ കയറി വരും, പച്ചയ്ക്ക് ഞാൻ നിങ്ങളെ തീർക്കുമെന്ന് കൺമണി ധനലക്ഷ്മിക്ക് താക്കീത് കൊടുത്തിട്ട് ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോവാണ്. ധനലക്ഷ്മിക്കാണെങ്കിൽ അപ്പോൾ വളരെ സന്തോഷമാവുകയാണ്. ഗോകുലും ശ്രീനിവാസനുമാണെങ്കിൽ കൺമണി പോകുന്നതും നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കൺമണി നേരെ പോകുന്നത് വിഘ്നേഷിന്റെ അടുത്താണ്. വിഘ്നേഷിന്റെ അടുത്ത് പോയിട്ട് കരഞ്ഞുകൊണ്ട് കൺമണി പ്രാർത്ഥിക്കുകയാണ്, സ്നേഹിച്ച ആൾ എന്നെ പുറത്താക്കി, ഇപ്പൊ ഞാനിത് എൻ്റെ കുടുംബത്തിൽ നിന്നും പുറത്തായി, പക്ഷെ ഞാൻ ഒരിക്കലും തളർന്നു പോവുകയല്ല, മരിക്കുകയല്ല, മറ്റാരെയും കണ്ടുകൊണ്ടല്ല ഞാനിനി ജീവിക്കാൻ പോകുന്നത്, എൻ്റെ കയ്യിലൊരു കലയുണ്ട്, അതുകൊണ്ട് ഞാനിനി എവിടെയും തോറ്റു കൊടുക്കില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി ജീവിച്ച് കാണിക്കുമെന്ന് കൺമണി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഉണ്ണിത്തിരുമേനി വരികയാണ്. ഉണ്ണിത്തിരുമേനിയായിട്ട് സാക്ഷാൽ വിനായകൻ തന്നെയാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നിട്ട് കൺമണിയോട് ആ ഉണ്ണിത്തിരുമേനി പറയുകയാണ്, ഞാൻ ഇവിടുത്തെ പുതിയ തിരുമേനിയാണ് വിനായകൻ, എല്ലാവരും എന്നെ ഉണ്ണിത്തിരുമേനി എന്നാണ് വിളിക്കുന്നത്, ചേച്ചിക്ക് ഇപ്പൊ സംശയമുണ്ടാവും പഴയ തിരുമേനി എവിടെയെന്ന്, ആ തിരുമേനിക്ക് വെയ്യാതിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം ഞാനായിരിക്കും ഇവിടെ തിരുമേനി എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയും ഉണ്ണിത്തിരുമേനിയും കൂടി പരിചയപ്പെടുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിത്തിരുമേനി, ചേച്ചി എന്താ വിഘ്നേഷിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എന്തോ വിഷമമുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ കൺമണി പറയാണ്, അതെ, ഞാൻ വിഘ്നേഷിനോട് പറയായിരുന്നു, എൻ്റെ വിഷമങ്ങളൊന്നും വിഘ്നേഷിനും കേൾക്കുന്നില്ലെന്ന് എന്ന് കൺമണി പറയുമ്പോൾ ഉണ്ണിത്തിരുമേനി പറയാണ്, ആര് പറഞ്ഞു, വിഘ്നേഷിനും എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അതിൻ്റെ സമയമാവുമ്പോൾ നടക്കും ചേച്ചി, എല്ലാം ശരിയാവുമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും കൺമണിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിത്തിരുമേനി പറയാണ്, ചേച്ചി ആ ഫോൺ എടുക്ക്, ചിലപ്പോൾ ഇത് ചേച്ചിക്ക് കുറച്ച് ആശ്വാസം കിട്ടാനുള്ള ഫോണായിരിക്കുമെന്ന് പറഞ്ഞിട്ട് കൺമണി മാറി നിന്ന് ഫോൺ എടുക്കുകയാണ്. ഗോകുലായിരിക്കും കൺമണിയെ വിളിക്കുന്നത്. ഗോകുൽ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, അപ്പ എവിടെയാണ്, എനിക്കൊരു സമാധാനവുമില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, ഗോകുലെ നീ പേടിക്കണ്ട, ഞാനിവിടെ വിഘ്നേഷിൻ്റെ അടുത്തുണ്ട്, എനിക്കൊന്നും സംഭവിക്കില്ല, നീ അച്ഛനെ ഒന്ന് നോക്കിക്കൊള്ളണം
അച്ചച്ചനെ നിൻ്റെ അമ്മ സങ്കടപ്പെടുത്താതെ നോക്കണമെന്ന് പറയുമ്പോൾ ഗോകുൽ പറയാണ് ആ കാര്യം ഞാൻ അപ്പച്ചിമാരെ ഏൽപ്പിക്കാം അപ്പേ, അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൺമണി പറയാണ് ശരി ഗോകുലെ, ഞാൻ അമ്മായിമാരെ വിളിച്ചിട്ട് ഇപ്പം തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഗോകുലിൻ്റെ ഫോൺ കട്ട് ചെയ്തിട്ട് കൺമണി അമ്മായിമാരെ വിളിക്കുകയാണ്. അമ്മായിമാർ ജോലി കഴിഞ്ഞ് എത്തുമ്പോഴാണ് കൺമണി അമ്മായിമാരെ വിളിക്കുന്നത്. ഫോൺ എടുത്തിട്ട് അമ്മായിമാർ പറയുന്നുണ്ട് കൺമണി, ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ ഇങ്ങോട്ട് വായോ, ധനലക്ഷ്മി നിന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് ഇല്ല അമ്മായിമാരെ, നിങ്ങളിങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ഇനി അങ്ങോട്ട് വരില്ല, എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ, നമ്മുടെ വീട് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അച്ഛനെ നന്നായി നോക്കണേ എന്നൊക്കെ കൺമണി പറയുമ്പോൾ അമ്മായിമാർ പറയുന്നുണ്ട് അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ ഞങ്ങളെ വിളിക്കണമെന്നൊക്കെ പറയുമ്പോൾ കൺമണി അമ്മായിമാരോട് പറയുന്നുണ്ട് വളരെ സന്തോഷമായി അമ്മായിമാരെ, നിങ്ങൾ ഇങ്ങനെയെല്ലാം പറഞ്ഞല്ലോ, എന്തായാലും നമ്മൾ ആ വീട് തിരിച്ചു പിടിക്കും, എന്നിട്ട് ഞാൻ ആ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് കൺമണി ഫോൺ വെക്കുകയാണ്. അതിനുശേഷം കൺമണിയുടെ അടുത്തേക്ക് ഉണ്ണിത്തിരുമേനി വരുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിത്തിരുമേനി കൺമണിയോട് പറയുകയാണ് കൺമണി ചേച്ചിക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ, ഞാൻ പറഞ്ഞില്ലേ കൺമണി ചേച്ചിയുടെ വിഷമമെല്ലാം മാറുമെന്ന്, ഇനി എന്തായാലും ഈ പ്രസാദം കഴിക്കുക എന്ന് പറയുമ്പോൾ കൺമണി ഇത് എവിടുന്ന എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിത്തിരുമേനി പറയുന്നുണ്ട് ഇത് ഇവിടുത്തെ പ്രസാദമല്ലേ, കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കൺമണിക്ക് കൊടുക്കുകയാണ്. കൺമണി അത് വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം അമ്മായിമാർ നേരെ ധനലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ധനലക്ഷ്മിയോട് ചോദിക്കുകയാണ് ഞങ്ങൾ കേട്ടതെല്ലാം സത്യമാണോ, നീ കൺമണിയെ ഇവിടുന്ന് ഇറക്കി വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയാണ് ഞാൻ ഇവിടുന്ന് ആരെയും ഇറക്കി വിട്ടിട്ടില്ല, അവളായിട്ട് ഇറങ്ങിപ്പോയതാണ് എന്ന് പറയുമ്പോൾ അമ്മായിമാർ പറയാണ് നീ അങ്ങനെ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാൻ നിൽക്കണ്ട, ഞങ്ങളെല്ലാം അറിഞ്ഞു, നീ അവളെ പിടിച്ചു പുറത്താക്കിയല്ലേ എന്ന് അമ്മായിമാർ ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്.